ബഹുമാന്യനായ അധ്യക്ഷ, സുഹൃത്തെ, വേദിയിലിരിക്കുന്ന സഹോദരൻ ബാബുരാജ് ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ മലപ്പുറത്തുകാർ, അല്ലെങ്കിൽ നമ്മൾ മലപ്പുറത്തുകാർ, മലപ്പുറത്തിൻ്റെ പെരുമാറിൽ, അതും വാര്യം കുന്നത്തിൻ്റെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൗൺ ഹാളിൽ ഗസക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഫലസ്തീൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടക്കുമ്പോൾ, റാലി നടക്കുമ്പോൾ അതിൽ ഭാഗമാകുക എന്നത് എൻ്റെ ഒരാവശ്യം, ഒരു ബാധ്യതയാണ്. ആ ബാധ്യത പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. സ്മൂത്ത് വേവ് എന്ന പേരിട്ട് വിളിച്ചിട്ടുള്ള ഈ റാലിയോടനുബന്ധിച്ചുള്ള പൊതു സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ചവൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വാരിയംകുന്നത്തിൻ്റെ പേരിലാണ് ഈ ഹാളുള്ളത്. അദ്ദേഹവും ഒരു ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിരുന്നു. നിങ്ങൾ എൻ്റെ കണ്ണ് കെട്ടണ്ട, എന്നെ പിറകോട്ട് തിരിച്ച് നിർത്തണ്ട, നിങ്ങൾ നിറയൊഴിക്കുന്നത് എനിക്ക് കാണണം എന്ന് വിളിച്ചു പറഞ്ഞ വാരിയംകുന്നത്ത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഹാളിലല്ലാതെ ഈ പരിപാടി നമ്മൾ എവിടെയാണ് സംഘടിപ്പിക്കുക? നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് 77 വർഷം നീണ്ടുനിന്ന അധിനിവേശത്തിനെതിരെ ചെറുത്തു നിന്ന, പോരാടി നിന്ന ഒരു സമൂഹത്തോടാണ്. 77 വർഷം, അത് ചില്ലറയല്ലത്. അതിൻ്റെ അവസാനത്തെ 633 ദിവസമുണ്ട്. ആ 633 ദിവസം ഈ ചരിത്രത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ അവസാനമാണ് എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ആ 633 ദിവസം, 633 അല്ല, 733 ദിവസം ചെറുത്തുനിൽപ്പിൻ്റെ അവസാനമല്ല. പക്ഷേ ആ 733 ദിവസത്തിന്, അല്ലെങ്കിൽ അവസാനത്തെ 2 വർഷത്തിന് ചില സവിശേഷതകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ലോകം മുഴുവൻ ഫലസ്തീനിലേക്ക് ഇമ വെട്ടാതെ നോക്കി നിന്ന 2 വർഷങ്ങളാണ്. നമ്മളൊക്കെ തന്നെ ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും, ഏത് പത്രമെടുത്താലും, ഏത് TV കാണാൻ തീരുമാനിച്ചാലും ആദ്യം കണ്ണും ചെവിയും കൂർപ്പിച്ച് നോക്കുന്നത്, കേൾക്കുന്നത് ഫലസ്തീനെ കുറിച്ചായിരുന്നു. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെ നോക്കി എന്നുള്ളതാണ്.
അപ്പൊ ലോകം ഇമവെട്ടാതെ ഫലസ്തീനിലേക്ക് തന്നെ നോക്കിയിരുന്ന 2 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഈ 2 വർഷങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ 2 വർഷങ്ങളിൽ ഇസ്രായേലിൻ്റെ ഒരുപാട് അഹന്തകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങള് വലിയ ചാരക്കണ്ണുകളുള്ളവരാണ്. ഞങ്ങളുടെ സർവേലൻസിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സർവേലൻസിന്റെ സാങ്കേതിക വിദ്യ, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ലോകത്തിന് മുഴുവൻ സപ്ലൈ ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സർവേലൻസ് ലോകോത്തരമാണ്, ലോകത്തെ മുഴുവൻ കീഴടക്കുന്നതാണ് എന്നുള്ള അഹന്തക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു ഈ 2 വർഷങ്ങളും. ഒക്ടോബർ 7, 2023 നേരം പുലർന്നപ്പോൾ തന്നെ ലോകം അത് മനസ്സിലാക്കി. കയ്യിലൊന്നുമില്ലാത്ത ഗസയിലെ ഖസ്സാമിന്റെ പ്രവർത്തകർ ഇരച്ചു കയറുകയാണ്. 1200 ആളുകളെ പിടിച്ചു കൊണ്ടുവരികയാണ്. പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ തന്നെ മണിക്കൂറുകളുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഏറ്റവും അവസാനമായി ഖത്തറിലേക്ക് സംഭാഷണത്തിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്നു ആളുകളെ. എന്നിട്ട് അവർക്ക് മേൽ ബോംബിട്ടു. പക്ഷെ ബോംബിട്ട് നോക്കുമ്പോ സംഭാഷണത്തിന് വന്നിരുന്ന ആളുകള് അവരുടെ മൊബൈൽ വെച്ച ബിൽഡിങ്ങിലേക്കാണ് ബോംബിട്ടത്. പക്ഷേ സംഭാഷണത്തിൽ എത്തിയവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേറെ ഒരു ബിൽഡിങ്ങിൽ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ തന്നെയാണ് ഇപ്പൊ നടന്ന കരാറിന്റെ രേഖകൾ പരിശോധിക്കാനും അതിന് പ്രതികരണങ്ങൾ തയ്യാറാക്കാനും യോഗം കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് 2023 ഒക്ടോബർ 7 മുതൽ 2025 ഒക്ടോബർ 7 വരെയുള്ള ദിവസങ്ങളിൽ അവരുടെ സർവൈലൻസിന്റെയും ചാരക്കണ്ണുകളുടെയും അഹന്ത എരിഞ്ഞടങ്ങിയ ദിവസങ്ങളാണ്. ആ ചാരക്കണ്ണുകളും സൈന്യവും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അവസാനം അവശേഷിക്കുന്ന ആളുകളെ വിട്ടുതരൂ, 220 പേരെ തന്നാൽ ഞങ്ങൾ 2000 പേരെ തരാമെന്ന് പറയുന്ന അതിലൂടെയാണ് എത്രമാത്രം ഭയാനകമായ രൂപത്തിലാണ് അവരാ പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ 2 വർഷങ്ങളും ഇസ്രായേലിന്റെ ക്രൂരത ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്ന 2 വർഷങ്ങളാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുക, ഗർഭിണികളെ കൊന്നൊടുക്കുക, ആശുപത്രിയിലുള്ള നവജാത ശിശുക്കളെ കൊന്നൊടുക്കുക, അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കൊന്നൊടുക്കുക, മീഡിയ പ്രവർത്തകരെ കൊന്നൊടുക്കുക. ഇങ്ങനെ സമൂഹത്തിൽ ഒരിക്കലും കൈവെക്കാൻ പാടില്ലാത്ത ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇസ്രായേലിയർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് സഹായകമായി.
ആ രാഷ്ട്രത്തിന്റെ തനിമ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. വിശപ്പ് എന്നത് വംശഹത്യയുടെ ആയുധമാക്കി തീർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ അർത്ഥശൂന്യത, മറുഭാഗത്ത് ഇസ്രായേലിന്റെ ക്രൂരത. ഇത് രണ്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട 2 വർഷങ്ങളായി. അതേ അവസരത്തിൽ ഇപ്പുറത്ത് ചെറുത്തുനിൽപ്പിന്റെ നിശ്ചയദാർഢ്യം എന്താണെന്ന് ഏറ്റവും വലിയൊരു പാഠപുസ്തകമായി രൂപപ്പെടുകയായിരുന്നു ഗസയിലെ ചെറുത്തുനിൽപ്പ് പോരാളികളിലൂടെ. എന്തൊരു ഐക്യമാണ്, എന്തൊരു ദൃഢതയാണ്, എന്തൊരു വിശ്വാസമാണ്. അത്ഭുതപ്പെടുത്തുന്നു. ലോകം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നത് അതാണ്. ചില ആളുകൾ കുട്ടികളുടെ കരച്ചിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ടാകാം. ചില ആളുകൾ സ്ത്രീകളുടെ ദുഃഖം എമ്പതി കാരണം കടിച്ചിറക്കിയിട്ടുണ്ടാകാം. പക്ഷേ നോക്കിയ പലരും അതല്ല നോക്കിയത്. ആ സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ജന്മഭൂമിക്ക് വേണ്ടി, പിറന്ന മണ്ണിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് ഏതറ്റം വരെ പോകാം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ഉചിതമായ മറുപടിയാണ് ഗസയിൽ നിന്ന് നമ്മൾ കണ്ടത്. പോരാട്ടങ്ങളുടെ കരുത്തു മാത്രമല്ല അവരുടെ കയ്യിൽ. അവസാനമായി ഒരു കരുത്തു കൂടി അവർ ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് പോരാടാൻ അറിയാം, അതുപോലെ ഞങ്ങൾക്ക് മേശയ്ക്ക് ചുറ്റുമിരുന്ന് വർത്തമാനം പറയാനറിയാം. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നുവെങ്കിൽ നിങ്ങളോടൊപ്പം കൂടാൻ, സമാധാനത്തിന്റെ ചർച്ചയിൽ വന്നിരിക്കാൻ, ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രകോപനമേതുമില്ലാതെ പറയാൻ, ടാർജറ്റ് തെറ്റിപ്പോകാതെ, വികാരത്തിന് അധീനപ്പെടാതെ സംസാരിക്കാനുള്ള നേതൃത്വം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യവും കൂടി അവസാനമായി പോരാളികൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതൊരു വലിയ കാര്യമാണ്. പോരാട്ടം ശക്തിപ്പെടുമ്പോ, കൺമുന്നിൽ ആളുകൾ മരിച്ചു വീഴുമ്പോ, താൻ ജനിച്ച വീടും പഠിച്ച മദ്രസയും സ്കൂളും തന്നെ ചികിത്സിച്ച ആശുപത്രിയും തകർന്ന് തരിപ്പണമാകുമ്പോ സമാധാനം അവിടെ നിൽക്കട്ടെ, മരിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിക്കുന്നതിന് പകരം, മരിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ മരിക്കാൻ വന്നവരല്ല, ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങാൻ വന്നവരാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ മാർഗത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുമെങ്കിൽ ആ അടി ഞങ്ങൾക്ക് വെക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭാഷകരായി ആ ലീഡർഷിപ്പ് മാറുകയാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, അവരുടെ 1-ാം നമ്പർ നേതാക്കന്മാർ പോയി രക്തസാക്ഷികളായി, 2-ാം നമ്പർ നേതാക്കന്മാർ രക്തസാക്ഷികളായി, 3-ാം ലെവലിലുള്ള ആളുകളാണ് ഇപ്പോൾ ലീഡർഷിപ്പിലുള്ളത്. ആ ലീഡർഷിപ്പിലുള്ളവർ ഇത്ര നിശ്ചയദാർഢ്യവും ആത്മധൈര്യവും ആത്മസംയമനവും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രസംഗകർ ഇവിടെ നിരന്നിരിക്കുകയാണ്.
അവരെ കുറിച്ചൊക്കെ പറയും. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സമാധാന കരാറ് നിലവിൽ വന്നിരിക്കുകയാണ്. ആശ്വാസകരം എന്ന് നമുക്ക് പറയാം. ആശ്വാസകരം പറഞ്ഞാൽ ചിലപ്പോൾ വെടിനിർത്തൽ ഉണ്ടായെന്നിരിക്കും, അവിടെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിയെന്നിരിക്കും, ചിലപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനും സ്കൂളിൽ പോകാനും ചികിത്സിക്കാനും പത്രങ്ങൾ വായിക്കാനും മീഡിയ കാണാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായി എന്നിരിക്കും. ഒരു സാധാരണഗതിയിലേക്ക് മാറി എന്നിരിക്കും. പക്ഷേ അതിനെ ഗസക്കാരോ ഫലസ്തീൻകാരോ പ്രശ്നത്തിന്റെ പരിഹാരമായി കാണുന്നില്ല. അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യം തന്നെയാണ്. ലോകത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കലാണ്. വെടിനിർത്തലല്ല ലോകത്തിന്റെ ഉത്തരവാദിത്വം. ലോകത്തിന്റെ ഉത്തരവാദിത്വം 77 കൊല്ലം സ്വാതന്ത്ര്യ സമര പോരാട്ടം കൊണ്ടുപോയിട്ടുള്ള ഒരു ജനതയ്ക്ക് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുക എന്നതും അധിനിവേശ ശക്തികളെ അവിടെ നിന്ന് തുരത്തുക എന്നതുമാണ്. 77 വർഷം മുമ്പ് ചെയ്ത തെറ്റ് തിരുത്താതെ ഫലസ്തീൻ പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇപ്പോഴുണ്ടായിട്ടുള്ളത് ആശ്വാസകരമായ ഒരു സമീപനം മാത്രമാണ്. ഇസ്രായേലിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ കരാറുകളും ലംഘിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. UN-ന്റെ എല്ലാ പ്രമേയങ്ങളും കാറ്റിൽ പറത്തിയ ചരിത്രമാണ് അവർക്കുള്ളത്. ആ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ കരാർ ഒരു ആശ്വാസത്തിന്റെ ശ്രമം എന്നതിലപ്പുറം, അവർക്കുള്ള ആശ്വാസത്തിന്റെ ശ്രമം എന്നതിലപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ശ്രമമായി അത് മാറും എന്ന് തോന്നുന്നില്ല. തോന്നട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഫലസ്തീനികൾക്ക് ലഭിക്കണമെങ്കിൽ ഈ 77 കൊല്ലം പൊതുവിലും 733 ദിവസം പ്രത്യേകിച്ചും നിഷ്പ്രഭമായി പോയ അപ്രസക്തമായ ലോകവേദികൾ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. പുതിയൊരു ലോകക്രമം ഇവിടെ ഉണ്ടായി വരേണ്ടതായി വരും. ആ പുതിയ ലോകക്രമത്തിന്റെ തുടക്കമായിരിക്കും ഈ ഫലസ്തീനിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ കരാർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മസ്ജിദുൽ അഖ്സ അത് നിൽക്കുന്ന ഭൂമിയെ ഒരു പവിത്ര ഭൂമിയായി കാണുന്ന, മൂന്നാമത്തെ പവിത്ര ഭൂമിയായി കാണുന്ന മുസ്ലിം ജനസാമാന്യത്തിനും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കും ഖുദ്സ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധ ഗേഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ധാർമ്മിക ശക്തിയും ഈമാനിക ശക്തിയും വൈജ്ഞാനിക ശക്തിയും നയതന്ത്ര ശക്തിയും ഉണ്ടാകുന്ന ഒരു കാലത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഫലസ്തീനിന്റെയും ഖുദ്സിന്റെയും സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിലെത്തൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുവരെ കാത്തിരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കും ഫലസ്തീൻ സ്വതന്ത്രമാകും.
സ്വതന്ത്രമാകാതെ എവിടെ പോകാനാണ്? സ്വതന്ത്രമാകും. അതാണ് മനുഷ്യകുലത്തിന്റെ ചരിത്രം. ആ സ്വാതന്ത്ര്യ നാളുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം ആ ജനതക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.